اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ദിവസങ്ങളായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണം, റമളാനിലേക്ക് എത്തിക്കണമെന്ന്. റജബ് നമ്മോട് വിട പറഞ്ഞു. ഷഅബാനിൻ്റെ വിശിഷ്ടമായ രാപ്പകലുകളിലൂടെയാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷഅബാനിലെ ഏറ്റവും വിശിഷ്ടമായ രാവാണ് ഷഅബാൻ 15 രാവ്, ബറാഅത്ത് രാവ്. അനുഗ്രഹീത രാവെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ രാത്രിയാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മോചനം എന്നാണ്. കാരണം എണ്ണമറ്റ ജനങ്ങൾക്ക്, ഒരുപാട് ആളുകൾക്ക് ബറാഅത്ത് രാവിൽ അള്ളാഹു നരകമോചനം നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ലോകത്ത് നടക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് അത് കൈകാര്യം ചെയ്യാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രി കൂടിയാണ് ബറാഅത്ത് രാവ്. പാപമോചനത്തിനും കാരുണ്യ വർഷത്തിനുമായി അള്ളാഹു തെരഞ്ഞെടുത്തുള്ള പവറുള്ള നൈറ്റ്. ഖുർആനിലെ വിശുദ്ധമായ സൂറത്തു ദുഹാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. വിശുദ്ധ ഖുർആൻ ഇറക്കിയത് പവറുള്ള രാവിലാണെന്ന് ചില മുഫസ്സിറുകൾ, ഖുർആൻ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറയുന്നു. ഈ ബർക്കത്തുള്ള രാവ് എന്നുകൊണ്ട് ഉദ്ദേശം ഷഅബാൻ 15 ബറാഅത്ത് രാവാണെന്ന്. കാരണം ഇതെല്ലാം നിർണയിക്കുന്ന രാവാണ്. ഒരു വർഷം നടക്കേണ്ടുന്ന മുഴുവൻ സംഭവ വികാസങ്ങളും നിർണയിച്ച് അത് കൈകാര്യം ചെയ്യാൻ അതത് മലക്കുകളെ ഏൽപ്പിക്കുന്ന അതിവിശിഷ്ടമായ രാവാണ് ബറാഅത്തുർ രാവ്. അപ്പോൾ ലൈലത്തുൽ ഖദറിലാണല്ലോ എല്ലാം കണക്കാക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന രാവ് ലൈലത്തുൽ ഖദർ അല്ലേ? അപ്പോൾ ബറാഅത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ തീരുമാനം പറയുന്നു. ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് കാര്യങ്ങൾ പകർത്തിയെടുക്കാൻ തുടങ്ങുന്നത് ബറാഅത്തിന്റെ രാവിനാണ്. അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദറിനുമാണ്. ആദ്യവും അവസാനവും പരിഗണിച്ചാണിത്. അപ്പോൾ നമ്മുടെ എല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങുന്ന ആദ്യത്തെ രാവ് നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പ്രീതിയിലും പൊരുത്തത്തിലുമാവണം ഓരോ സെക്കൻഡുകളും ചെലവഴിക്കേണ്ടത്. ഈ ബറാഅത്ത് രാവിൻ്റെ പോരിഷകൾ നിരവധിയാണ്. പ്രഭാതം വരെ, സുബ്ഹി വരെ നന്മ പെയ്യുന്ന അള്ളാഹുവിൻ്റെ ബർക്കത്ത് ദുനിയാവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രാവാണ്. ബറാഅത്ത് രാവിനെ ആരാധനാധന്യമാക്കുക, ബറാഅത്തിൻ്റെ പകൽ നോമ്പെടുക്കുക, പാപമോചനവും ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും റബ്ബിനോട് ചോദിച്ചു വാങ്ങുക, വേണ്ടുന്നതൊക്കെയും റബ്ബിനോട് കൈകൾ ഉയർത്തി തേടുക. പ്രഭാതം വരെ കാരുണ്യം വർഷിക്കുന്ന പുണ്യരാവാണ് ബറാഅത്തിന്റെ രാവ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15 ബറാഅത്ത് രാവ് വന്നാൽ ഫഖൂമു ലൈലഹ, രാത്രി നിങ്ങൾ നിസ്കാരത്തിലായി ധന്യമാവണം. വസൂമൂ നഹാറഹ, പകൽ നോമ്പ് അനുഷ്ഠിക്കണം. കാരണം അല്ലാഹു തആല ദുനിയാവിൽ ആകാശത്തിലേക്ക്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അലാ മിൻ മുസ്തഗ്ഫിരിൻ ലി ഫഅഗ്ഫിറു ലഹ്, ആരാണ് പൊറുക്കലിനെ തേടുന്നത്, ഞാൻ പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അലാ മുസ്തർസിഖിൻ ഫഅർസുഖുഹു, ആരാണ് ഭക്ഷണം ആവശ്യപ്പെടുന്നത്, അവനിക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ അള്ളാഹു വേണ്ടുന്നതൊക്കെയും വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി റബ്ബ് കാത്തിരിപ്പാണ്. നമ്മൾ വേണ്ടുന്നതൊക്കെ ഈ നല്ല രാവിൽ റബ്ബിനോട് ചോദിച്ചു വാങ്ങണം. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ഏറെ സമയവും നമ്മൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങാനാണ്, ദുആയിൽ സമയം ചെലവഴിക്കാനാണ് കണ്ടെത്തേണ്ടത്. ബറാഅത്തിന്റെ രാവിൽ പകൽ സമയത്ത് നമ്മൾ നോമ്പനുഷ്ഠിക്കണം. പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാർ പറഞ്ഞു വെക്കുന്നു. മഹാനായ അബു അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്,
5 രാവുകൾ. ആ രാവുകളിൽ ദുആ ചെയ്താൽ അല്ലാഹ് തട്ടില്ല, ഉത്തരം പെടുന്നനെ കിട്ടുമെന്ന് ഉറപ്പുള്ള രാവാണ്. അതിൽ 5-മതായി എണ്ണുന്നത് ലൈലത്തുൻ നിസ്ഫി മിന ശഅബാൻ, ശഅബാൻ 15-ന്റെ പകുതിയിലെ ബറാഅത്ത് രാവെന്നാണ്. നരകമോചനത്തിന്റെ രാത്രി കൂടിയാണ് ബറാഅത്ത് രാവ്. അനേകം ആളുകൾക്ക് അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന രാവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന ഗോത്രമാണ് കൽബ് ഗോത്രം. അവരുടെ ആടുകളുടെ രോമത്തിന് തുല്യം ജനങ്ങൾക്ക് നരകമോചനം നൽകപ്പെടുന്ന രാത്രിയാണ് ബറാഅത്ത് രാവെന്ന്. അപ്പൊ എത്രമേൽ ആളുകളെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. എന്നാൽ ചില ആളുകൾക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യം ലഭിക്കാതെ പോകുന്നു എന്നത് സങ്കടകരമാണ്. ആരാണവർ? ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തിൽ ബറാഅത്തി, അല്ലാഹു തആല ചില ആളുകളിലേക്ക് ഈ നല്ല രാവിൽ നോക്കുകയില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ, കൃപയുടെ, സ്നേഹത്തിൻ്റെ നോട്ടം അവരിലേക്ക് എത്തുകയില്ല. ഒന്നാമത് മുശ്രിക്, ബഹുദൈവ വിശ്വാസിയാണ്. പിന്നെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവരാണ്. അതുപോലെ കുടുംബബന്ധം മുറിക്കുന്നവൻ. 4-മത് വസ്ത്രം നെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വലിച്ചിഴച്ച് നടക്കുന്നവനാണ്. 5-മത്തത് സ്വന്തം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. 6-മത് ലഹരിക്കടിറ്റുകളായവർ. ഇത്തരം ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാവില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ബറാഅത്തിന്റെ രാവിൽ ഓരോ സെക്കൻഡുകളും നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായി വേണ്ടത് നമ്മൾ മഗ്രിബിന് ശേഷം 3 യാസീൻ ഓതുക എന്നതാണ്. ചില മഹാന്മാർ അസ്റിന് ശേഷമാണ് ഓതേണ്ടെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. പറ്റുന്നവർ അസ്റിന് ശേഷവും മഗ്രിബിന് ശേഷവും 3 യാസീനുകൾ വീതം ഓതുന്നത് ഏറെ ഗുണകരമായിരിക്കും. കാരണം നമ്മുടെ ഒരു വർഷത്തേക്കുള്ള മുഴുവനും രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും ഹൈറായ രൂപത്തിൽ, ജീവിതത്തിൽ പച്ചപ്പ് നൽകുന്ന, സന്തോഷം പകരുന്ന രൂപത്തിൽ ഓരോ ദിവസങ്ങളും നമുക്ക് ധന്യമാക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തൽ സാധ്യമാകുമെന്ന കാര്യം തീർച്ചയാണ്. 3 യാസീൻ ഓതേണ്ടത് 1 ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടിയാണ്. 2-മത് നമ്മുടെ സമ്പത്തിലും സന്താനത്തിലും വീട്ടിലും കുടുംബത്തിലും എല്ലാത്തിലും വലിയ ബർക്കത്ത് കിട്ടാനാണ്. 3 നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടാനാണ്. അതിനുശേഷം സൂറത്തു ദുഖാൻ ഓതുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും സൂറത്തു ദുഖാൻ ഓതിയാൽ അവർക്ക് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുമെന്ന്. ശേഷം പ്രധാനപ്പെട്ട ദിക്റുകൾ, പ്രത്യേകിച്ച് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് എന്ന ദിക്ർ 70 പ്രാവശ്യവും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ 100 പ്രാവശ്യവും, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ എണ്ണമില്ലാതെയും, അതുപോലെ ഒരുപാട് സലാത്തുകളും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിന് വേണ്ടിയുള്ള ശഫാഅത്ത് ചോദിച്ചപ്പോൾ പൂർണ്ണമായ അധികാരം കിട്ടിയ രാവ് കൂടിയാണ്. അതുകൊണ്ട് അതുപോലെ മുത്തുനബി തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലണമെന്ന് ഖുർആനിന്റെ ആഹ്വാനം ഇറങ്ങിയ, ആ ആയത്തിറങ്ങിയ മാസം കൂടിയാണ്. അതൊക്കെ പരിഗണിച്ച് ഒരുപാട് സ്വലാത്തുകളും ബറാഅത്തിന്റെ രാവിൽ പ്രത്യേകം ദുആ ചെയ്യേണ്ട ദുആകളും ഒക്കെ ചെയ്ത് നമ്മൾ ഓരോ സെക്കൻഡുകളും ഇബാദത്തുകളിൽ ധന്യമാക്കണം. നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മുടെ റബ്ബിനോട് ചോദിച്ചു വാങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.